ആഹാരം സാത്വികം സ്മൃതം എന്ന് പറയുന്നുണ്ട്. ആഹാരം സാത്വികം സ്മൃതം. സാത്വികമായ ആഹാരത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? അത് രസനയുടെ അറ്റത്ത് നമുക്ക് രുചി ഉണ്ടെങ്കിൽ പോലും കൂടുതൽ കഴിച്ചു വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. സാത്വികമല്ലാത്ത ആഹാരങ്ങൾ ധാരാളം ഉണ്ടെന്നർത്ഥം. ഒരു തലച്ചോറുള്ള സാധനം അത് ഒരു 10 പ്രാവശ്യം മാറ്റാത്ത എണ്ണയിലിട്ട് അത് വറുത്ത് 65, 75, 85, 95 എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ആയിട്ടുണ്ടാക്കി അത് കഴിക്കും. എന്നിട്ട് വേറെ സാധനം മേടിച്ച് കഴിക്കും. ഗുളിക 65, 95, 85, 210, 310, 410. ആദ്യം കഴിക്കുക, അത് മതിയാവില്ല. 210 അത് പോരാ. കാരണം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് മാറിയിട്ട് ഈ ആഴ്ച ആ സാധനം കഴിച്ചപ്പോൾ 210 വരാം, 350, 650 വേണം. അത് കഴിച്ചിട്ട് വയറിളക്കം മാറണല്ലോ, അല്ലെങ്കിൽ ഛർദി മാറണില്ല. അപ്പോൾ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള യാത്രകളെ പാടുള്ളൂ. ഒരു മഹാദേവനോ, ഒരു മുന്നേറ്റ് മഹാദേവനോ, ഒരു തലപ്പുഞ്ചപതാവനോ, ഗുരുവായൂരപ്പനോ, ഒരു വെട്ടിക്കാട്ട് ഭഗവതിയോ ഒരു ഭഗവതിയും രക്ഷിക്കില്ല എന്നർത്ഥം. നീ എന്തിനു പോയി എന്ന് ചോദിച്ചാൽ മറുപടി പറയാനില്ല. അപ്പോൾ ശരീരത്തിൽ എന്ത് നിലനിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഈ പറയുന്ന ഞാനോ സുഞ്ചിമാങ്കുളത്തിനോ ഈ പറയാൻ രസനയിൽ നാക്ക് സരസ്വതി വളരുകയാണെങ്കിൽ എനിക്കതിന് ആരോഗ്യം വേണ്ടേ? ഞാൻ തല ഇറങ്ങി കിടക്കുകയാണ്, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, സകലം വർത്തമാനം പറഞ്ഞു തുടങ്ങി. ആ സമയത്ത് ഞാൻ ഇതെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഈ എൻ്റെ ആസ്വാദകർ മുഴുവനും എന്തു പറയും? അയാൾക്ക് വട്ടാന്ന് പറയും. ഞങ്ങൾക്കൊക്കെ ഭ്രാന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഗവത ഭ്രാന്ത്, അതുപോലെ തന്നെ മഹാദേവ ഭ്രാന്ത്, കൃഷ്ണഭ്രാന്ത്, ലോകരക്ഷഭ്രാന്ത്, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള ഭ്രാന്ത്. അപ്പം സാത്വികമായ ആഹാരം, താമസമായ ആഹാരം, രാജസമായ ആഹാരം. സാത്വികമായ ആഹാരം ഫലാഹാരം. ഭാഗവത പ്രദീപം ചന്ദ്രവന ഗോവിന്ദൻ ഒരു ഗുരുനാഥനം ഫല ആഹാരം എന്നാണ് പറയുക. ഇന്ന് ഫലാഹാരമാണ് കഴിക്കേണ്ടത്. കാരണം ഇന്നലെയും ഇന്നും ഫലാഹാരം കഴിക്കണം. കാരണം ഇന്നലെ ഏകാദശി, ഇന്ന് ദ്വാദശി പാരണ വീട്ടിൽ മലരിട്ട തീർത്ഥം കഴിച്ച് മലറിൻ്റെ പ്രസാദം കഴിക്കേണ്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്കറിയാം, എവിടെയാണോ ഊഷരമായ ഭൂമിയെ കുളിരയിരിക്കാൻ മഴ പെയ്യിക്കാതിരിക്കുന്നത്, അത് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. ഇന്ന് പ്രദോഷ ദിനം. ഭഗവാൻ അവിടെ എപ്പോഴാണ് വ്യാപി ഹാലാഹലം വിഷമഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിക്കൊണ്ട് പാലാഴി മന്ത്രി സമയത്ത് അവിടെ ഭഗവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ആരും ഓടിയിട്ടില്ല. ഭഗവാൻ തലപ്പുഞ്ച മഹാദേവനേറ്റുകൊണ്ട് വിഷം പാനം ചെയ്ത് അത് തച്ച സാധോർ വിഭൂഷണം. അവിടെ പാർവതി ദേവി തൊട്ടിട്ടൊന്നുമില്ല. ഒരു ചരിത്രങ്ങളും പറയുന്നില്ല എന്നർത്ഥം. പാർവതി ദേവി കാട്ടി പിടിച്ചു അങ്ങനെയൊന്നും പറയുന്നതിനില്ല. ഭഗവതി മഹാദേവൻ്റെ ഹൃദയഭാഗത്ത് തൊട്ട് പ്രാർത്ഥിച്ചു എന്നർത്ഥം. അത് താഴേക്ക് പോകാണ്ടിരിക്കാനായിക്കൊണ്ട് പ്രദോഷവ്രതം അതിന് വേണ്ടിയിട്ടതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ രോഗാവസ്ഥകൾ മാറാനായിക്കൊണ്ട് എല്ലാവർക്കും ആയിക്കൊണ്ട് നടക്കുന്നതായ പ്രദോഷവ്രതം. അപ്പോൾ പ്രദോഷവ്രതത്തിന് ദിവസം ഈ പറയുന്നതിന് കാരണം കരിക്കാണ് അഭിഷേകം കഴിക്കുന്നത്. പ്രദോഷത്തിന് നേദിക്കുന്നത് പഴവും മലരും ശർക്കരയും ഒക്കെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം സാത്വിക ആഹാരത്തിന് പറഞ്ഞു. പിന്നെ ആഹാരം രാജസമായ ആഹാരമുണ്ട്. അത് എന്താണെന്നറിയാമോ? രാജസാഹാരം ചുമന്നത്, എരിവ് എത്ര കൂട്ടിയാലും, എരിവ് എത്രയായാലും എനിക്ക് മതിയാവില്ല. എരിവ് കൂട്ടുക, എരിവ് കൂടുതൽ, എരിവ് പുളി ഉപ്പ് ഇത് മുതലായവ ഉപയോഗിക്കുന്നവരാണ് രാജസമാരം. അവരുടെ പ്രത്യേകത ഉണ്ട്. അവ ആഹാരം കഴിച്ചാൽ അവരും ലോകത്തിന് വേണം കേട്ടോ, വേണ്ടാന്നല്ല പറയും. അവരുടെ പ്രത്യേകത രജോധിക കർമ്മപര ദുഃഖേച സുഖമാനിന. അവരെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ ഒരു ഫംഗ്ഷന് പോയി, ആശുപത്രിയിൽ പോയി 3 ദിവസം കിടന്നു, ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടുവന്നു, എഴുന്നേറ്റ് അടുത്ത ഫംഗ്ഷന് പോയി, വീണ്ടും അസുഖം വന്നു. എന്നിട്ട് പറയും, ആ ആശുപത്രിയിലെ നേഴ്സിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ, അവളുടെ കുത്തിവയ്പ്പിന് എന്ത് ഭംഗിയാണെന്നറിയോ. മറ്റേ ആശുപത്രിയിലായിരുന്നപ്പോൾ 5000 രൂപയെ ചിലവായുള്ളൂ, ഈ ആശുപത്രിയിൽ 6000 രൂപ ചിലവായി. എന്നെ സംബന്ധിച്ചോളം 1 രൂപ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണെന്നർത്ഥം. അപ്പോൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഇതെല്ലാം. അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. രജോധിക കർമ്മപര ദുഃഖേജ സുഖമാനിന. ഉപബോധ മനസ്സിൽ ഭയങ്കര ദുഃഖാട്ടോ. പൈസ ചിലവായി, മരുന്ന് കയറ്റി, 10 പ്രാവശ്യം ഛർദ്ദിച്ചു, 10 പ്രാവശ്യം വയറ്റിന് പോയി,
ശരീരം മുഴുവൻ വേർത്ത് കുളിച്ചു, ഡീഹൈഡ്രേഷൻ വന്നു, ഇതൊക്കെ അറിയാം. പക്ഷേ എന്നാലും പുറമേ കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചുകൊണ്ട് പറയും യജോതിയ കർമ്മവര ദുഃഖേജ സുഖമാഞ്ഞ. ആ ആശുപത്രിയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണെന്നറിയോ? ചിലർക്ക് ആശുപത്രി പോകാനൊരു ഇൻട്രസ്റ്റാണ്. കാരണം ഒരു പ്രാവശ്യം പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി പോയില്ലെങ്കിൽ സങ്കടം. അത് കലികാലത്തിൻ്റെ പ്രത്യേകതയാണെന്നർത്ഥം. അതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്, അറിയാമോ? അത് ഇങ്ങനെ നമ്മൾ 10-500 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ, അതിൻ്റെ ഗുഹയുടെ ഉള്ളിൽ കൂടെ 500 രൂപ. മറ്റേ ഒരു സാധനമുണ്ട്, മുകളിൽ കൂടെ ഇങ്ങനെ കറക്കി 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 തല ഇറങ്ങി വീണ സാധനം, അതിന് 300 രൂപ. പിന്നെയോ കൃത്രിമമായ സമുദ്രം സൃഷ്ടിച്ച് അതിൽ ഫാൻ വെച്ച് നമ്മൾ അതിലേക്ക് ഇറങ്ങുക. എത്ര പ്രാവശ്യം വെള്ളം മാറ്റണമെന്ന് ഞാൻ അവർക്ക് തന്നെ അറിയാൻ വെള്ളം മാറ്റണമെന്ന്. അതിലേക്ക് ഇറങ്ങുക. പിന്നെ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുട്ടത്തോടെ പോയി ഒരു പാമ്പ് ചാടി കടിക്കാൻ വരും, അതിനൊരു ശബ്ദം കേൾപ്പിക്കും. പിന്നെ ഒരു വ്യാളി ചാടി കിടക്കാൻ വരും, അതിനൊരു കുലുക്കം വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കും. കുലുങ്ങി 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 അതിൻ്റെ ഉള്ളിൽ കൂടെ, ഗുഹയുടെ ഉള്ളിൽ കൂടെ പോയി പുറത്തേക്ക് ഇറങ്ങും. ഓ, എന്തൊരു സമാധാനം! പേടിച്ച് വിറച്ച് പിള്ളേരും നുളവിളിച്ച് നമ്മളും നുളവിളിച്ച്. അപ്പോൾ ഇത് രണ്ടും, ആതുര ആശുപത്രിയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും നരകമാണ് എന്ന് ഞാൻ പറയും. അത്രൈവ നരക സ്വർഗ ഇത് മാതാപ്രചക്ഷത എന്നത് അവിടെ കാപിലത്തിൽ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ, അവിടെ അമ്മയ്ക്ക് തന്നെ ഉപദേശിക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാം. അത്രൈവ ഇവിടെ തന്നെയാണ് നരകവും സ്വർഗവും. പിന്നെ താമസമായ ആഹാരം. താമസമായ ആഹാരം നമുക്കല്ല പറഞ്ഞിരിക്കുന്നത്, ശരീരം നിലനിൽക്കാൻ വേണ്ടി കൊന്നു തിന്നാനായിക്കൊണ്ട്. നമുക്കിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിരൽ ഇങ്ങനെ തള്ളി വരുമോ? വിരലിൻ്റെ അറ്റത്ത് നഖം തള്ളി വരുമോ? ഇല്ലല്ലോ. അപ്പോൾ കൊന്നു തിന്നാനുള്ള ജീവികൾക്ക് മാത്രമേ സലൈവ വന്നു കഴിയുമ്പോൾ, അതിന് വിശപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഈ നഖം പുറത്തേക്ക് തള്ളി വരുന്നുള്ളൂ. താമസമായ ആഹാരം. ഫ്രിഡ്ജ് ഏറ്റവും വലിയ താമസത്തിന് കാരണക്കാരനാണ് ഫ്രിഡ്ജ്. ഒരു സംഭവം പാചകം ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ അത് വിഷമായി. അത് ചൂടാക്കിയും കൂടെ കഴിയുമ്പോൾ ഇരട്ടി വിഷമായി. അപ്പോൾ വീട്ടിലിരിക്കുന്ന വേറൊരൊന്നാണ് നരകം. അതിനെ നമുക്ക് സ്വർഗ്ഗമാക്കി എടുക്കാം. എന്താണ്? അളിഞ്ഞ തലേദിവസത്തെ ആഹാര പദാർത്ഥങ്ങൾ വയ്ക്കുക. തൈര്, മോര്, പച്ചക്കറി, പാല്, അതൊക്കെ വെച്ചോളൂ. ബാക്കി സാധനങ്ങൾ അതിനകത്ത് വെക്കേണ്ട തീരുമാനിച്ചാൽ ആ നരകം എന്തായിട്ടു? സ്വർഗ്ഗമായിട്ട് തീർന്നു. ഇനി മുതലെങ്കിലും ദയവ് ചെയ്ത് പഴയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും ഫ്രിഡ്ജ് എന്നുള്ളതിൽ വെക്കാതിരുന്നാൽ അത് സ്വർഗ്ഗമായിട്ട് മാറി. അപ്പോൾ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഇവിടം സ്വർഗമാണെന്നൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടം സ്വർഗമല്ല. തലപ്പുഞ്ച മഹാദേവൻ്റെ മുന്നിൽ എന്ന് പറയുന്നത് സ്വർഗമേ അല്ല. ഇവിടെ അതിനും അപ്പുറമാണ്, കൈലാസമാണ്. സംശയമൊന്നുമില്ല. ഇതിനെ കണ്ടെത്താൻ, ഇവിടുത്തെ ചൈതന്യത്തെ കണ്ടെത്താൻ, ഇവിടെ സ്നേഹിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും വരാം. തിരുമേനി, അയ്യോ ഇന്നാളെ കാലുവേദന, മുട്ടിൻ്റെ ചെളിയാണ് നമ്മുടെ കാലിലെ തട്ടിയ പറ്റുക. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല. കാരണം സുഖമായിട്ട് ഭക്തജനങ്ങൾക്ക് പ്രദക്ഷിണം വെച്ച് പണ്ടപ്പരപ്പും പരാതിയില്ലാതെ നാമം ജപിച്ച് 12, 24, 36, 108 അടിപ്രദർശനം വെച്ച് തൊഴിലാളി സൗകര്യം ഉണ്ടാക്കി. ഇനി അതൊരു പരാതി ഉണ്ടാവില്ലല്ലോ. തിരുമേനി, അയ്യോ കാലുവേദന, മുട്ടുവേദനയാണ്, മണ്ണെ ചവിട്ടി, മറ്റേതാണ് കല്ലേ തട്ടി, ഉറുമ്പ് കടിച്ചു, ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല. അത് ശരിയാക്കി തന്നിട്ടുണ്ട്. ഇനി മഹാദേവൻ തോന്നിച്ച് ഇവിടെ എത്തിച്ചേരുക എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, അളിഞ്ഞതായും കൊന്നു തിന്നുന്നതായ ആഹാര പദാർത്ഥങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഉരുവാതെ. പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അന്നം ദാനമായി നൽകിക്കൊണ്ട്, ഇതിന് ഹോട്ടലിൽ നിന്നും വലിയ ലാഭമൊന്നുമില്ല, പണ്ട് മുതലേ ലാഭമില്ല, അത്യാവശ്യം കഴിഞ്ഞുകൂടാം. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഗ്യാസിൻ്റെ ഒക്കെ സൗകര്യങ്ങൾ കുറവുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് മാറി മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുക, ഒരടുപ്പെങ്കിലും വീട്ടിലും സ്ഥാപനങ്ങളിലും വിറക് കത്തിക്കുക. അതുതന്നെയാണ് ഐശ്വര്യം, സംശയമൊന്നുമില്ല. ഇല്ലങ്ങളിലാണെങ്കിലും ഒക്കെ ചെറുകുന്നിലമ്മയെ ഒരുകുന്നു ചോറ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിമാർ അടുപ്പത്ത് കത്തിച്ചിരുന്ന സമയത്ത് അത് തിളച്ചു പോകുമ്പോൾ 3 തവി അതിലേക്ക് അഗ്നിക്ക് അർപ്പിച്ച് കഴിയുമ്പോൾ എത്ര പേര് വന്നാലും നമുക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പഴയതിലേക്ക് തിരിച്ചു പോവുക. ഗ്യാസ് നമുക്ക് എത്ര താത്തി വെച്ചാലും നമുക്കറിയാം ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിയും. ഗ്യാസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാത്രം മുഴുവൻ കരിഞ്ഞു പോകും. അപ്പോൾ അടുപ്പാണെങ്കിൽ നമുക്ക് തീ പിടിച്ചിട്ടില്ല. അവിടെ പായസം അല്ലെങ്കിൽ ഒരു സാധനം അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് തരിപ്പായസമായിട്ട് ഭംഗിയായിട്ട് അവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ ധാരാളം പ്രകൃതിജന്യമായ സാധനങ്ങൾ നമുക്കുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തുക. ഗ്യാസൊക്കെ ഗ്യാസ് എന്നുണ്ടായോ അന്ന് ഒരു ഗ്യാസും തുടങ്ങി. അപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, സാത്വികമായ ആഹാരം കഴിച്ചാൽ സാത്വികമായ സ്വഭാവം, രാജസമായ ആഹാരം കഴിച്ചാൽ രാജസമായ ആഹാരം, ഇനിയോ താമസമായ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ താമസമായ കൊല്ലപ്പെടുക, വെട്ടുക, തിരിച്ചും വെട്ടുക, തിരിച്ചും കൊല്ലപ്പെടുക എന്നൊക്കെ തന്നെ പറയേണ്ടി വരും.
ഇനിയുള്ളതായ ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ ആശയപരമായ സംഘടനകൾ മാത്രമുണ്ടാകട്ടെ. യാതൊരു കാരണവശാലും ശാരീരികമായ സംഘടനകൾ ഉണ്ടാവാതിരിക്കുക. ഇലക്ഷന് മുമ്പും പിമ്പും അതിന് കഴിഞ്ഞാലും എല്ലാവരും ഭാരതത്തിൽ നാനാത്വത്തിൽ ഏകത്വത്തിൽ കെട്ടിപ്പിടിച്ച് നടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ. പാർവതീശ പാപനാശനാഹരേ.